നമസ്കാരം. ഒരു വാർത്താദിനം അവസാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയെന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലേറ്റ് എഡിഷനിലേക്ക്. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. വിദ്വേഷ പരാമർശങ്ങളിൽ ഉറച്ചും മുസ്ലിം ലീഗിനെ വീണ്ടും കടന്നാക്രമിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു മാറാട് കലാപം സൃഷ്ടിക്കാൻ ലീഗിനെ ദുഷ്ടലാക്കിയെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപിച്ചു. വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. പതിവ് പോലെ കടുത്ത വർഗീയ അധിക്ഷേപ പരാമർശങ്ങൾ നിറഞ്ഞതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താ സമ്മേളനം. മുസ്ലിം ലീഗിനെതിരെ കടന്നാക്രമണം. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ് സമുദായത്തിന് എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. LDF സർക്കാരിന്റെ കാലത്ത് സമുദായത്തിന് എന്ത് കിട്ടിയെന്ന ചോദ്യത്തോടെ ഒഴിഞ്ഞുമാറി. ഈ LDF സർക്കാരിനകത്ത് എന്ത് കിട്ടി? നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനല്ല. കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം. മാധ്യമപ്രവർത്തകന്റെ സ്വദേശവും രാഷ്ട്രീയവും എടുത്തു പറഞ്ഞു വിമർശനം. ഈ വന്ന ആളെ എനിക്കറിയാം. റാഹീദ് ഇരാറ്റുപേട്ടക്കാരനാണ്, MSFന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞേച്ചതാണ്. ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിലൊരു പ്രതിനിധി അവരെത്തുന്നവർ അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപ്പനാകാനുള്ള പ്രായം എനിക്കില്ലേ? അതിൻ്റേതൊരു മര്യാദയും വേണ്ടേ എന്നോട് സംസാരിക്കാൻ. താൻ പിണറായി വിജയന്റെ ജിഹ്വയല്ലെന്നും പ്രശ്നാധിഷ്ഠിത പിന്തുണ മാത്രമാണ് നൽകുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വിവാദ പ്രസ്താവനകളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ വാർത്താ സമ്മേളനം പാതി വഴിയിൽ ഉപേക്ഷിച്ച വെള്ളാപ്പള്ളി മടങ്ങി. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ, പറഞ്ഞതിൽ നിന്ന് മാറുന്നില്ല. 24 ആലപ്പുഴ. നിരന്തരം വർഗീയ പരാമർശം നടത്തുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിഷേധം ശക്തം. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് S. സുനന്ദ് DGPക്ക് പരാതി നൽകി. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് DYFI ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് വിമർശനം എന്ന പേരിൽ മലപ്പുറത്തിനും മുസ്ലിം സമുദായത്തിനുമെതിരായ വിദ്വേഷ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി തിരുത്താൻ തയ്യാറാകാതായതോടെയാണ് പ്രതിഷേധം കനത്തത്. വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് S. സുനന്ദ് DGPക്ക് പരാതി നൽകി. വർഗീയ ചേരിതിരിവിലൂടെ കലാപത്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ ആഹ്വാനം ചെയ്യുന്നതെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യം. കേരളീയ പൊതുസമൂഹത്തിൽ കുറച്ചു കാലമായി മലബാറിലെ, കോഴിക്കോട്ടെ, മലപ്പുറത്തെ മതന്യൂനപക്ഷങ്ങളെ തീവ്രവാദികളാക്കി, വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസ്താവന. ഇതിനു മുന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഇത് കൃത്യമായി അന്വേഷിക്കണമെന്നും വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. വെള്ളാപ്പള്ളി നടേശൻ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷിജു ഖാൻ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പണവും പുരസ്കാരവും നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ മനസ്സുവെച്ചാൽ വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശം അവസാനിപ്പിക്കാമായിരുന്നുവെന്നും വർഗീയ പരാമർശത്തിന് കടിഞ്ഞാനിടുന്നതിന് പകരം വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുനടക്കുകയാണെന്നും സമസ്ത യുവ നേതാവ് സത്താർ പന്തല്ലൂർ. വ്യക്തികൾക്കെതിരായ അഭിപ്രായം പറയില്ലെന്നാണ് കേരള മുസ്ലിം ജമാഅത്ത് നേതാവ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം തേടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസു സുപ്രീം കോടതിയിൽ. അന്വേഷണവുമായി സഹകരിച്ചുവെന്നും ഗൂഢാലോചനയിൽ പങ്കില്ല എന്നും ഹർജിയിൽ N. വാസു ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. അറസ്റ്റിലായി 50 ദിവസം പിന്നിടുമ്പോഴാണ് ജാമ്യാപേക്ഷയുമായി N. വാസു സുപ്രീം കോടതിയെ സമീപിച്ചത്. ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് ഹർജിയിൽ N. വാസു ചൂണ്ടിക്കാട്ടുന്നു. ഹർജി ഈ ആഴ്ച കോടതി പരിഗണിച്ചേക്കും. അതേസമയം സ്വർണ്ണക്കൊള്ളക്കേസിൽ ഭരണ പ്രതിപക്ഷ പോര് തുടരുകയാണ്. നേതാക്കളിലേക്ക് അന്വേഷണമെത്തുമ്പോൾ കോൺഗ്രസിന് SITയെ വിശ്വാസമില്ലെന്ന് CPIM. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പറയണം, അത് അടൂർ പ്രകാശം മാത്രം പറയേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ആ പ്രശ്നം വന്നപ്പോൾ SITയെ ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം SIT എന്ന് പറയുന്നത് നിങ്ങൾ ഇവരെന്താ ധരിച്ചിട്ടുള്ളത്? അത് ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ളതല്ലേ. ഹൈക്കോടതി പറയട്ടെ, ഇത് ഇവിടെ നിൽക്കില്ല, അപ്പോൾ വേറെ അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നവർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഉള്ളതിന്റെ പേരിൽ അടൂർ പ്രകാശനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പിണറായി വിജയനെയും ചോദ്യം ചെയ്യണം.
ആ പോറ്റിയുടെ കൂടെ ഉണ്ട്, പോറ്റിയുടെ കൂടെ പിണറായി വിജയനും ഉണ്ട്. ഇതിനിടെ LDF-നെയും UDF-നെയും കുറ്റപ്പെടുത്തി പാരഡി ഗാനവുമായാണ് BJP നേതാവ് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ, കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തത് ആരൊക്കെ, ഇന്ത്യ മുന്നണി ഒറ്റക്ക്. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനെന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. മന്നം ജയന്തി സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വേദിയിൽ ഇടം നൽകാതെ NSSന്റെ സമദൂര നിലപാട് പ്രഖ്യാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണെന്നും ശബരിമലയിൽ സ്വീകരിച്ചത് ശരിദൂരമെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വ്യക്തമാക്കി. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഈ വർഷം മന്നം ജയന്തി സമ്മേളനത്തിൽ NSS സ്വീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്നതിനാൽ സമദൂരം വെടിയുമോ എന്നാണ് രാഷ്ട്രീയ നേതാക്കൾ ഉറ്റുനോക്കിയത്. എന്നാൽ രാഷ്ട്രീയ നേതാക്കളെ മുഖ്യാതിഥിയാക്കാതെയാണ് ഇത്തവണ മന്നം ജയന്തി സമ്മേളനം. NSS രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്നും മുൻപ് അതിഥിയാക്കിയവർക്ക് മന്നം എന്ന് പറയാൻ പോലും അറിയില്ലായിരുന്നുവെന്നും G സുകുമാരൻ നായർ. പക്ഷേ ഈ യോഗം ഒരു രാഷ്ട്രീയ യോഗം, സ്ഥാനമാനങ്ങൾ നോക്കി ഓരോ കാലത്തും ഉള്ളതുപോലെ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഒക്കെ സംസാരിക്കാൻ പോയാണ്. പക്ഷെ അവർ വന്നേച്ച് നമ്മളോട് പറയുന്നത് മന്നം എന്നുള്ളതിന് പകരം മന്നം എന്നാണ്. രാഷ്ട്രീയ നിലപാടും സുകുമാരൻ നായർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെ തുടരും. ശബരിമലയിൽ മാത്രമാണ് ശരിദൂരം. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും സമദൂരം തന്നെയാണ്. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് തോമസ് ആണ് ഇത്തവണ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി KB ഗണേഷ് കുമാർ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും മന്നം ജയന്തി സമ്മേളനത്തിനെത്തി. സ്വർണ്ണക്കൊള്ള വിവാദം ആളിക്കത്തി നിൽക്കുമ്പോഴും സർക്കാരിനെ വിമർശിക്കാൻ സുകുമാരൻ നായരും NSSും തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായി. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. മതഭ്രാന്തന്മാരെ ഭരണാധികാരികൾ നിയന്ത്രിക്കണമെന്ന് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. വിമർശനത്തിന് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ കാതോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. വടക്കേ ഇന്ത്യയിൽ ക്രിസ്മസ് ആഘോഷവേളയിലുണ്ടായ അതിക്രമങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് ഓർത്തഡോക്സ് സഭ പങ്കുവയ്ക്കുന്നത്. ബജ്റംഗദളിനെയും VHPയെയും പേരെടുത്ത് വിമർശിച്ചാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ പ്രതികരണം. സർക്കാരിന്റെ മൗനം അക്രമത്തിന് ഒത്താശ ചെയ്യുന്നതിന് തുല്യമെന്നും വിമർശനം. ബജറംഗദളും അതുപോലെ VHPയും ഒക്കെ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതായ ആ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കുവാൻ ഏത് രാജ്യത്തായാലും അതിന്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദപ്പെട്ടവർ. പള്ളിക്ക് പുറത്തുണ്ടായ അതിക്രമങ്ങൾ അധികം വൈകാതെ പള്ളിക്കുള്ളിലേക്കും വരുമെന്ന ആശങ്കയും കാതോലിക്ക ബാവ പ്രകടിപ്പിച്ചു. ഇനി പള്ളിക്കകത്തുള്ള ആരാധനയിലായിരിക്കാം ഇനിയുമുള്ളതായ ആക്രമണം ഉണ്ടാകുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. അതേസമയം വിമർശനത്തിന് പിന്നാലെ BJP അനുനയ നീക്കം നടത്തി. കോട്ടയത്തെ ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്തെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ കാതോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. 24 കോട്ടയം. അധ്യാപക നിയമനത്തിന് കേറ്ററ്റ് യോഗ്യതാ പരീക്ഷയിൽ നിലനിർത്തിയ ഇളവുകൾ പിൻവലിച്ചു. MEd, SET, NET, MPhil, PhD നേടിയവർക്ക് ഇളവുകൾ നൽകിയിരുന്ന ഉത്തരവാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത്. സുപ്രീംകോടതി വിധി അവഗണിച്ച് ഇളവ് നിലനിർത്തി എന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പിഴവ് തിരുത്തി സർക്കാർ ഉത്തരവിറക്കിയത്. അധ്യാപകർക്കുള്ള യോഗ്യതാ പരീക്ഷയായ കേറ്ററ്റ് വിജയിച്ചാൽ മാത്രമേ ഇനി സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അധ്യാപക നിയമനം ലഭിക്കൂ. ഒടുവിൽ സുപ്രീംകോടതി വിധി അംഗീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായി. MEd, SET, NET, MPhil, PhD എന്നിവ നേടിയവർക്ക് കേറ്ററ്റ് വേണ്ട എന്ന വ്യവസ്ഥ റദ്ദാക്കി കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സുപ്രീംകോടതി വിധി വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും MEd, SET, NET, MPhil, PhD നേടിയവർക്ക് കേറ്ററ്റ് യോഗ്യതാ പരീക്ഷ വിജയിക്കേണ്ടതില്ല എന്ന ഇളവ് നിലനിർത്തി പോവുകയായിരുന്നു. ഇതേ തുടർന്ന് PSC കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തിറക്കിയ അധ്യാപക നോട്ടിഫിക്കേഷനിലും ഇളവ് നിലനിർത്തിയിരുന്നു.
24 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തിരുത്ത്. സുപ്രീംകോടതി വിധി അംഗീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരുത്തിയതോടെ ഇനി PSCയും വിജ്ഞാപനങ്ങൾ തിരുത്തേണ്ടി വരും. നേരത്തെ ഇറക്കിയ PSC നോട്ടിഫിക്കേഷനുകൾ വീണ്ടും മാറ്റി പുറത്തിറക്കാനും സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. 24 കണക്റ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയിൽ പാലക്കാട് ജില്ലയിലെ 10ാമത്തെ വീടിന്റെ താക്കോൽ ദാനം നടന്നു. പാലക്കാട് മരുത റോഡ് സ്വദേശികളായ ചന്ദ്രൻ സാവിത്രി ദമ്പതികളുടെ കുടുംബത്തിനാണ് വീടൊരുങ്ങുന്നത്. കൂലിപ്പണിക്കാരനായ ചന്ദ്രനും സാവിത്രിയും ഒരു മകനും ഉൾപ്പെടുന്നതാണ് കുടുംബം. മരുത റോഡ് സ്വദേശികളായ ഇരുവരും ഒരു വീടിനു വേണ്ടി പല വാതിലുകളിലും മുട്ടി. എന്നാൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ല. കാലങ്ങളായി കുടിൽക്കെട്ടിയായിരുന്നു താമസം. ഇതോടെയാണ് കുടുംബം 24ന് സമീപിച്ചത്. 24 കണക്റ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയിൽ അങ്ങനെ കുടുംബത്തിന് വീടൊരുങ്ങി. പദ്ധതിയിൽ പാലക്കാട് ജില്ലയിലെ 10ാമത്തെ വീടാണിത്. 24 പാലക്കാട് പ്രതിനിധി ഐഷത്തുൽ ഷംന താക്കോൽ കൈമാറി. 24 കണക്റ്റിനും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും നന്ദി പറഞ്ഞു കുടുംബം. 24 നല്ലൊരു നേട്ടമാണ്. 10-12 വർഷമായി ഞങ്ങൾ ചാള ഷെഡിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും സഹിച്ചുകൊണ്ടിരുന്നു. 24 ഞങ്ങൾക്ക് നല്ലൊരു ഇത് ഭവനമായി കിട്ടുകയും ചെയ്തു. ഞങ്ങൾ വളരെ ഹാപ്പിയും സന്തോഷം. ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും 24 ചാനലും കൂടി തന്ന ഈ വീട് ഭവന പദ്ധതിക്ക് ഒരുപാട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രകാശ് ചേട്ടനടുത്ത് ഒരുപാട് നന്ദിയോടെ പറയുന്നു. ഹാപ്പിയാണ് പുതിയ വീട് കിട്ടിയതിൽ. 24 കണക്ട് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. 24 പാലക്കാട്. തൃശൂർ മറ്റത്തൂരിൽ വിമതരെ അനുനയിപ്പിച്ച് കോൺഗ്രസ്. BJP പിന്തുണയാൽ വിജയിച്ച വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് നാളെ രാജിവെക്കും. വിഷയത്തിൽ DCCക്ക് വീഴ്ച പറ്റിയോ എന്ന് KPCC പരിശോധിക്കും. KPCC അധ്യക്ഷൻ നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് സമവായമുണ്ടായത്. വിമതയായി മത്സരിച്ച ടെസി മാത്യുവിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കഴിയില്ല എന്നായിരുന്നു വിമതപക്ഷത്തിന്റെ പ്രധാന നിർദ്ദേശം. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസിനെ രാജിവെപ്പിച്ചുകൊണ്ടുള്ള KPCCയുടെ സമവായം. BJPയുമായി സഖ്യം ചേർന്ന് വോട്ട് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റ് ഏറ്റുപറയും. ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചുവരാനും അവസരമൊരുക്കും. KPCC പ്രസിഡന്റ് ഇടപെട്ട് വിമത വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സണ്ണി ജോസഫിന്റെ പ്രതിനിധി റോജി M. ജോൺ MLAയുമായി വിമത നേതാവ് TM ചന്ദ്രൻ അടക്കമുള്ളവരാണ് ചർച്ച നടത്തിയത്. വിമത വിഭാഗം നേതാക്കൾ ഉന്നയിച്ച പരാതികളിലും അന്വേഷണം നടത്തും. മറ്റത്തൂരിൽ DCC നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വിമതർക്ക് KPCC ഉറപ്പ് നൽകിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുതിർന്ന മറ്റ് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി വയനാട് നടക്കുന്ന ചിന്തൻ ശിബിരിന് മുമ്പ് പ്രശ്നം പരിഹരിക്കണമെന്ന നേതാക്കളുടെ പൊതു അഭിപ്രായത്തിലാണ് ധാരണ. 24 തൃശൂർ. തിരുവനന്തപുരം RCCയിൽ സ്റ്റാഫ് നഴ്സുമാരുടെ നിയമനത്തിൽ ക്രമക്കേടെന്ന പരാതി. ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ R ചട്ടങ്ങൾ ലംഘിച്ച അടുത്ത ബന്ധുക്കളെയും അടുപ്പക്കാരെയും നിയമിച്ചുവെന്നാണ് ആരോപണം. ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സഹോദരിയുടെ മകൾക്കാണ് പട്ടികയിൽ 1ാം റാങ്ക്. 24 ബ്രേക്ക്. RCCയിലെ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെതിരെയാണ് പരാതി. ബന്ധുക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിയമന പ്രക്രിയയിൽ നിന്നും മാറി നിൽക്കണമെന്ന ചട്ടം ചീഫ് നഴ്സിംഗ് ഓഫീസർ അട്ടിമറിച്ചു. സ്റ്റാഫ് നഴ്സ് നിയമനത്തിന് എഴുത്തു പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയതും ഉദ്യോഗാർത്ഥികൾക്കായി നടന്ന അഭിമുഖ പരീക്ഷയിലും ചീഫ് നഴ്സിംഗ് ഓഫീസർ പങ്കെടുത്തു. ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സഹോദരിയുടെ മകൾക്ക് പട്ടികയിൽ 1ാം റാങ്ക്. 2ാം റാങ്ക് മറ്റൊരു ബന്ധുവിനും. പട്ടികയിൽ വന്ന ആദ്യ പേരുകാരിൽ അധികവും ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ അടുപ്പക്കാരുമെന്നും ആരോപണം. ചീഫ് നഴ്സിംഗ് ഓഫീസറെ തൽസ്ഥാനത്തു നിന്നും മാറ്റി നിർത്തി നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് മെഡിക്കൽ കോളേജ് മുൻ വാർഡ് കൗൺസിലർ ശ്രീകാര്യം ശ്രീകുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഏകദേശം 1000-ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത പരീക്ഷയും ഇന്റർവ്യൂ ആണ് നടത്തിയത്. അതിൽ 18 പേര് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 18-ൽ 15 പേരും ഈ ചീഫ് നഴ്സിംഗ് ഓഫീസറെ അടുത്ത ബന്ധുക്കളും പരിചയക്കാരും വളരെ വേണ്ടപ്പെട്ടവരുമാണ്. അപ്പോൾ ആ തരത്തിൽ നടത്തിയ ഒരു പരീക്ഷ റദ്ദ് ചെയ്യണം. 18 പേരുടെ ആദ്യ റാങ്ക് പട്ടികയിൽ നിന്ന് 15 പേരെയാണ് സ്റ്റാഫ് നഴ്സുമാരായി RCCയിൽ നിയമിച്ചത്. നിയമനം റദ്ദു ചെയ്യണമെന്നും പരീക്ഷ വീണ്ടും നടത്തണമെന്നുമാണ് ആവശ്യം. ഉദ്യോഗാർത്ഥികളിൽ ചിലരും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. എന്താണെന്ന് പരിശോധിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം അതിലുണ്ടെങ്കിൽ അതിൽ കർശനമായ നടപടി ഉണ്ടാകുമല്ലോ. ക്രമക്കേടിനൊപ്പം അഴിമതി നടന്നുവെന്ന് പരാതിക്കാരനായ ശ്രീകാര്യം ശ്രീകുമാർ 24നോട് പറഞ്ഞു. പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് RCC അറിയിച്ചു. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.
ബംഗ്ലാദേശിൽ ഹൈന്ദവ ന്യൂനപക്ഷ വിഭാഗത്തിലെ മധ്യവയസ്കന് നേരെയുള്ള അതിക്രമത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം. ബുധനാഴ്ച കൊടും ക്രൂരത നേരിട്ട 50-കാരൻ ധാക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ ശത്രുക്കളായി മുദ്രകുത്തുകയാണ് എന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിമർശിച്ചു. ബംഗ്ലാദേശിൽ ഹൈന്ദവ ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെയുള്ള അതിക്രമം തുടരുകയാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഷരിയത്പൂർ ജില്ലയിൽ വ്യാപാരിയായ ഗോഗോൺദാസിന് നേരെയാണ് കൊടും ക്രൂരത അരങ്ങേറിയത്. മെഡിക്കൽ സ്റ്റോർ അടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഗോഗോൺദാസിന് നേരെ ആക്രമണം. മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അതിക്രൂരമായി ആക്രമിച്ചു. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ജീവൻ രക്ഷിക്കാനായി ഗോഗോൺദാസ് സമീപത്തെ കുളത്തിലേക്കെടുത്ത് ചാടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗോഗോൺദാസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ധാക്കയിലേക്ക് മാറ്റി. ഗോഗോൺദാസിന് ആരുമായും ശത്രുതയുണ്ടായിരുന്നില്ലെന്നും ആക്രമണത്തിന്റെ ഉദ്ദേശം അറിയില്ലെന്നും കുടുംബം പ്രതികരിച്ചു. ബംഗ്ലാദേശിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെയുണ്ടാകുന്ന 4ാമത്തെ ആക്രമണമാണിത്. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിനെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നുവെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിമർശിച്ചു. 24 ഡൽഹി. ഇറാന്റെ സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരെ പിന്തുണച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധക്കാർക്ക് നേരെ ഇറാൻ സുരക്ഷാ സേന വെടിയുതിർത്താൽ ഇടപെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് മുഴുവൻ മേഖലയുടെയും അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്ന് ഇറാൻ മറുപടി നൽകി. ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യകളായ ലോറിസ്ഥാൻ, ചാഹർ മഹൽ, ബക്തിയാര എന്നിവിടങ്ങളിൽ പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പണപ്പെരുപ്പത്തിനും കറൻസി മൂല്യത്തകർച്ചയ്ക്കുമെതിരെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രതിഷേധം ശക്തമായത്. സംഘർഷത്തിൽ ഇതുവരെ 6 പേർ കൊല്ലപ്പെട്ടു. പുതുവത്സരാഘോഷത്തിനിടെ സ്വിറ്റ്സർലൻഡിലെ ക്രാൻസ് മൊണ്ടാനയിലെ ആഡംബര ബാറിൽ തീ പടർന്ന ഷാംപെയിൻ കുപ്പികളിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. ബാറിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് സ്ഫോടനത്തിന് കാരണം കണ്ടെത്തിയത്. മെഴുകുതിരികളിൽ നിന്നുള്ള തീ ഷാംപെയിൻ കുപ്പികളിലേക്കും പിന്നീട് ബാറിന്റെ മുകൾ നിലയിലേക്കും പടരുകയായിരുന്നു. തീപിടുത്തത്തിൽ അട്ടിമറിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂ ഇയർ പാർട്ടിക്കിടെയുണ്ടായ തീപിടുത്തത്തിൽ 40 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 119 പേർക്കാണ് പരിക്കേറ്റത്. 9 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ദുരന്തത്തിന് ഇരയായത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ ബി.ജെ.പി. നാളെ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതിൽ അന്തിമ രൂപമാകും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ, വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ എന്നിവർക്കാണ് സാധ്യത. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയാക്കി ഒരു മുഴം മുന്നേ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് ബി.ജെ.പി. നാളെ തലസ്ഥാനത്ത് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. നേമം രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടം വി മുരളീധരൻ, കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം, കാട്ടാക്കട പി കെ കൃഷ്ണദാസ്, വട്ടിയൂർക്കാവ് ആർ ശ്രീലേഖ എന്നിവർ സാധ്യതാ പട്ടികയിലുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ജി കൃഷ്ണകുമാർ, തിരുവല്ല അനൂപ് ആന്റണി, ചെങ്ങന്നൂർ കുമ്മനം രാജശേഖരൻ, കായംകുളം ശോഭാ സുരേന്ദ്രൻ, പാല ഷോൺ ജോർജ, പാറശാല വിഷ്ണുപുരം ചന്ദ്രശേഖർ എന്നിവരുടെ പേരും പരിഗണനയിലാണ്. എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിച്ചേക്കാം. ഈ മാസം മുതൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രചരണം തുടങ്ങാനാണ് ബി.ജെ.പി. തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കൂടിയ മണ്ഡലങ്ങളിലും പ്രമുഖ സ്ഥാനാർത്ഥികൾ മത്സരിക്കാനെത്തും. എം.ജി. പ്രതീഷ്, 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൌൺസിലർ ആർ ശ്രീലേഖയും വി കെ പ്രശാന്ത് എം.എൽ.എയും തമ്മിൽ നെയിം ബോർഡിന്റെ പേരിലും പോര്. വി കെ പ്രശാന്ത് എം.എൽ.എയുടെ നെയിം ബോർഡിന് മുകളിൽ ആർ ശ്രീലേഖ തന്റെ പേരിൽ നെയിം ബോർഡ് സ്ഥാപിച്ചു. ആളുകൾ വരുമ്പോൾ അറിയാനാണ് ബോർഡ് വെച്ചത് എന്ന് ആർ ശ്രീലേഖ 24നോട് പറഞ്ഞു. ഓഫീസ് മുറി തർക്കത്തിന്റെ ചൂടാറും മുമ്പാണ് ശാസ്തമംഗലത്തെ വി കെ പ്രശാന്ത് എം.എൽ.എയുടെ നെയിം ബോർഡിന് മുകളിൽ ആർ ശ്രീലേഖ പുതിയ ബോർഡ് സ്ഥാപിച്ചത്. ആളുകൾ വരുമ്പോൾ അറിയാൻ സ്വന്തം പണം മുടക്കി ബോർഡ് വെച്ചെന്ന് ശ്രീലേഖ 24നോട്. നെയിം ബോർഡ് ഞാൻ വെച്ചു, ആളുകൾ വരുമ്പോൾ അറിയണ്ടേ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. എനിക്ക് വേണ്ട ഒരു നെയിം ബോർഡ്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു നെയിം ബോർഡ് അകത്തും വെച്ചു, പുറത്തും വെച്ചു. എം.എൽ.എക്ക് ഓഫീസിനായി 100 സ്ക്വയർ ഫീറ്റ് എടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ 3 ഇരട്ടി സ്ഥലം എം.എൽ.എ കൈവശപ്പെടുത്തി. തനിക്കെതിരെ പരാതി നൽകിയത് കമ്മ്യൂണിസ്റ്റ് വക്കീലെന്നും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്നും ശ്രീലേഖ പരിഹസിച്ചു. അപ്പോൾ എനിക്കൊരു ഓഫീസ് ഉണ്ടായാലല്ലേ എനിക്കൊരു വാർഡ് കമ്മിറ്റി ഓഫീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൗൺസിലറിൻ്റെ ഓഫീസെന്നും പറഞ്ഞ് മുകളിൽ അങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്ത ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ അതിക്രമമാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊരു വലിയ പേടിപ്പിക്കുന്ന പോലെ തോന്നിയത് കൊണ്ടാണ്. നെയിം ബോർഡ് സ്ഥാപിച്ചതിൽ തുടർ വിവാദത്തിന് ഇല്ലെന്നാണ് വി കെ പ്രശാന്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും. മുഹമ്മദ് ഷമിയും ഇഷാൻ കിഷനും സ്ക്വാഡിൽ തിരിച്ചെത്തുമോ എന്നതിലാണ് വലിയ ആകാംക്ഷ.
2020 ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയും ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയ്ക്ക് ഇത്രമേൽ ഹൈപ്പിന് കാരണം 2 വെറ്ററൻസ്. പ്രായം 38ഉം 37ഉം ഒക്കെ ആയെങ്കിലും ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച 2 പേർ. ICC റാങ്കിങ്ങിലെ 1ഉം 2ഉം സ്ഥാനക്കാരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രോഹിത് ശർമ്മ താരമായപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിരാട് കോഹ്ലിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കഴിഞ്ഞാൽ സെലക്ടേഴ്സിന്റെ പേന വേഗത്തിൽ ചലിക്കുക ലിസ്റ്റിൽ ഇവരുടെ പേരെഴുതാനെന്നതിൽ തർക്കമില്ല. പ്രോട്ടീസിനെതിരെ സെഞ്ചുറിയോടെ തിളങ്ങിയ യശസ്വി ജയ്സ്വാളും ഋതുരാജ് ഗെയ്ക്വാദും ടീമിൽ ഇടമുറപ്പിക്കും. പ്രത്യേകിച്ച് പരിക്കേറ്റ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തിരിച്ചുവരവ് വൈകുമെന്നതിനാൽ. KL രാഹുൽ 1ാം വിക്കറ്റ് കീപ്പർ സ്ഥാനം നിലനിർത്തുമ്പോൾ ബാക്കപ്പ് കീപ്പറായ ഋഷഭ് പന്തിന് പകരം ആഭ്യന്തര ക്രിക്കറ്റിൽ തകർത്തടിച്ച ഇഷാൻ കിഷൻ സ്ക്വാഡിലെത്തും. ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ച ഇഷാന് മതിയായ മാച്ച് ടൈം കൊടുക്കേണ്ടതും അനിവാര്യമാണ്. ലോകകപ്പ് മുന്നിൽ കണ്ട ഹാർദിക് പാണ്ഡ്യയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കുമൊപ്പം അർഷ്ദീപ് സിംഗിനും കൂടി പരമ്പരയിൽ നിന്ന് വിശ്രമം കൊടുക്കാനാണ് സാധ്യത. വെറ്ററൻ പേസർ മുഹമ്മദ് ഷമി ടീമിലെത്തുമോ എന്നതിലാണ് ഏറ്റവും വലിയ ആകാംക്ഷ. ടീമിലെടുക്കാത്തതിനെതിരെ ഷമി നേരത്തെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയ്ക്ക് 11-നാണ് തുടക്കമാവുക. 14, 18 തീയതികളിലാണ് മറ്റ് മത്സരങ്ങൾ. സ്പോർട്സ് ഡെസ്ക് 24. ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധിയിൽ ഫിഫയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ISL താരങ്ങൾ സുനിൽ ഛേത്രി, ഗുർപ്രീത് സിംഗ് സന്ധു, സന്ദീഷ് ജിങ്കൻ തുടങ്ങിയ താരങ്ങളാണ് സഹായം അഭ്യർത്ഥിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം സീസൺ പകുതിയായിട്ടും ഇന്ത്യയിലെ ഫുട്ബോൾ തുടങ്ങാനായിട്ടില്ല. നിരവധി പേരുടെ കരിയറും ജീവിതവും തുലാസിലാണെന്ന് താരങ്ങൾ പറയുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ആലപ്പുഴയിൽ യുവ അഭിഭാഷകയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അഡ്വക്കേറ്റ് അഞ്ജിത B പിള്ളയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. അശ്വിൻ, എപ്പോഴായിരുന്നു സംഭവം? ആരാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നു? പ്രവിത, ഇന്ന് വൈകുന്നേരം 6:30യോടെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ അഞ്ജിതയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വീട്ടുകാർ തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. എന്താണ് മരണത്തിന് പിന്നിലെ കാരണം, അല്ലെങ്കിൽ ആത്മഹത്യയാണെങ്കിൽ പോലും അതിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നിലവിലില്ല. ആലപ്പുഴ ജില്ലാ കോടതിയിലടക്കം അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു അഞ്ജിത. തൂക്കുകുളം ചിത്രയിൽ അജുകുമാറിന്റെ മകളാണ്. 23 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം, ഒരു ജീവനെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ പോലീസ് അടക്കം ഒരു പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ ഈ ബെഡ്റൂമിൽ നിന്നോ മൃതദേഹത്തിൽ നിന്നോ ആത്മഹത്യക്കുറിപ്പോ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല. മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അടക്കം നടക്കും. അതിൽ എന്താണ് മരണ കാരണം എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാകും. നിലവിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെങ്കിൽ പോലും ഇതിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നുണ്ട്. കാരണം 23 വയസ്സ് മാത്രം പ്രായമായ ഒരു യുവ അഭിഭാഷകയാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും മറ്റു പ്രേരണകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും പോലീസിന്റെ അന്വേഷണം നടക്കുക. പ്രവിത, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.